നടൻ സുരേഷ് ഗോപിക്ക് പുറമെ മലയാള സിനിമയുടെ ജനപ്രിയ നായകൻ ജയറാമും ബിജെപിയിലേക്കും അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇതിന് പിന്നിൽ സംഘപരിവാർ തന്നെയാണ്. നടൻ ജയറാമും ബിജെപിയിലേക്ക് എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടിയാണ് പല വീഡിയോകളും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കടന്നു വരുന്നുള്ളത്. ജനപ്രിയ നായകനും കൂടി ബിജെപിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താകും നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പോലും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. നടന്മാരൊക്കെ ബിജെപിയിലേക്ക് പോകുന്നതിന്റെ കാരണവും സോഷ്യൽ മീഡിയ വിശദീകരിക്കുന്നുമുണ്ട്. അധികാരമോഹം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ നടൻ ജയറാം ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഒരു വിശദീകരണത്തിനോ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങൾക്കോ അദ്ദേഹം ഒരു വിശദീകരണം പോലും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് പബ്ലിക് കേരളയുടെ മാധ്യമ സംഘം തീരുമാനിക്കുകയും മലയാള സിനിമയുടെ പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളർ ബാദ്ഷയുമായി ഞങ്ങൾ ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം നൽകിയ വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് മൈലാഞ്ചി മൊഞ്ചുള്ള വീട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തൊട്ടടുത്ത് ഗണേശോത്സവം നടക്കുകയായിരുന്നു. അതിന്റെ ആഘോഷ പരിപാടികൾ നടക്കുകയായിരുന്നു. ആ സമയത്ത് അതിന്റെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ അവിടുത്തെ ഭാരവാഹികൾ നടൻ ജയറാമുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തെ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആ പരിപാടിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നതും അദ്ദേഹത്തെ അവിടെയുള്ള ആളുകളോട് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതുമായിട്ടുള്ള ദൃശ്യമാണ് നവമാധ്യമങ്ങളിൽ ബിജെപിയിലേക്ക് നടൻ ജയറാം ചേർന്നു എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നത് എന്നതാണ് ബാദ്ഷ നൽകിയ വിവരം. അതുകൊണ്ട് തന്നെ ഈ വിവരം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളാണ് മലയാള സിനിമയുടെ പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളറായ ബാദ്ഷ. അതുകൊണ്ട് ഈ വിവരം വളരെ വ്യക്തതയും വസ്തുതാപൂർവവുമായിട്ടുള്ള ഒരു വിവരമാണ്. അതുകൊണ്ട് അത് വ്യാജ വാർത്ത എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സംഘപരിവാറിന്റെ സൈബർ ടീമുകളാണ്. അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അതായത് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഒരു ബിജെപിയുടെ ഒരു തരംഗം സൃഷ്ടിച്ചെടുക്കാനുള്ള ചില ഗൂഢ നീക്കങ്ങളാണ് അവർ നടത്തുന്നുള്ളത്. അതായത് സുരേഷ് ഗോപിക്ക് പുറമെ നടൻ ജയറാമും ബിജെപിയിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ നടൻ മോഹൻലാലും ബിജെപിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു പ്രചരണം ഉണ്ടാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഒരു വ്യാജ തരംഗം സൃഷ്ടിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും ഇതിന്റെ അടിസ്ഥാന വിവരം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.